സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോശുവ സ്തോത്രം 6-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ യെരിഹോ മതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് യഹോവയ്ക്ക് ശാപം പിടിച്ച ഒരു സ്ഥലമാണ് അത്. പക്ഷെ അതിനകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നത്, അവർ ആ മതിലിനെ ആശ്രയിച്ച്, ആ മതിൽ അവരൊരു കോട്ടയായി അവരാശ്രയിച്ച്, അവരുടെ കല്ല്, വിഗ്രഹങ്ങൾ, മ്ലേച്ഛതകൾ എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു പദം, ഒരു പ്രാവശ്യം നിങ്ങൾ കാഹളം കൊണ്ട് എന്ത് ചെയ്യണം? ചുറ്റണം. നമുക്കിതറിയാം. അവർ 7 പ്രാവശ്യം ചുറ്റി, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നെ പുറത്ത് വിടില്ല എന്നും നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ സഭ വളരില്ല എന്നും വെല്ലുവിളിക്കുന്ന ചില കെട്ടുകളെ സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് തന്നെ അഴിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറയുന്നു. വർഷങ്ങൾ കൊണ്ട് അവൻ പഴക്കമുള്ള സ്തോത്രം ഈ ദേശം, ഈ യെരിഹോ മതിൽ വർഷങ്ങൾ കൊണ്ട് അതിൽ പറയുന്നുണ്ട്, പുറത്തു നിന്ന് ആർക്കും അകത്ത് കയറാനും പറ്റത്തില്ല, ആ അകത്ത് നിന്ന് ആർക്കും പുറത്ത് വരാനും പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം, ഒരു കാരണവശാലും നിൻ്റെ സഭയെ വളരാൻ അനുവദിക്കത്തില്ല. ഒരു കാരണവശാലും ആ സഭയ്ക്കകത്തിരിക്കുന്ന, അതായത് ചർച്ചിനകത്തിരിക്കുന്ന ജനത്തിന് വിടുതലും വരാനും അനുവദിക്കത്തില്ല. ഒന്ന് മനസ്സിലാക്കുക, നമ്മളെല്ലാം സ്തോത്രം ദൈവനാമത്തിൽ വന്ന ആൾക്കാരാണെങ്കിലും നമ്മളുടെയൊക്കെ ക്യാരക്ടർ, സ്വഭാവങ്ങൾ ഇതുവരയ്ക്കും സ്തോത്രം മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നമ്മളെല്ലാം ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒക്കെ വന്ന വ്യക്തികളാണ്. സ്തോത്രം നമ്മൾ പൂർവീകന്മാരുടെ പൂജാ കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മൾ കുറേശ്ശെ, ഈ പണ്ടുള്ളവർ പറഞ്ഞ കൊച്ചു നാളിൽ എൻ്റെ മോനെ ഇന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി, ഇന്ന സംഭവത്തിൽ കൊണ്ടുപോയി, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരങ്ങളിൽ അവിടങ്ങളായിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്ത് കിടന്നോളും. അത് നിങ്ങൾക്ക് നന്നായി പഠിക്കണമെങ്കിൽ നിങ്ങൾ പുറപ്പാട് വായിച്ച് നോക്കിയാൽ മതി. അവരെത്ര ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടും അവരാ മിസ്രൈമിനെ ഭയന്ന് അവരുടെ സൈന്യങ്ങളെ ഭയന്ന് കണ്ട. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മളെല്ലാം വിട്ടേച്ച് വന്നു, സ്നാനപ്പെട്ടു, ക്രിസ്തുവിനോട് ചേർന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ സാത്താൻ അതിൽ കൈവച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ യെരിഹോ മതിൽ ബോംബ് വെച്ചൊന്നും തകർത്തില്ല. ദൈവം അവർക്ക് കൊടുത്ത ആത്മാവിൻ്റെ ശക്തിയാൽ അത് പൊട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന്. ഭൂമിക്ക് അടിയിൽ പോയി. ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ, ഞാനതുകൊണ്ടാണ് ഈ പയ്യെ പറഞ്ഞു തരണേ. കാരണം നമുക്കിതൊരു സ്റ്റോറി പോലെ ആയിപ്പോയി. വചനത്തിനകത്ത് എത്ര വായിച്ചാലും സ്തോത്രം പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആമേൻ. ചർച്ച് വളരത്തില്ല, ചർച്ചിലുള്ള വ്യക്തികൾ വളരത്തില്ല. ചർച്ചിൽ ഭിന്നതകൾ ഉണ്ടാക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഇവർ ഒരുമിക്കരുത്. അതെന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾ കൊണ്ട് പഴക്കമുള്ള സ്പിരിറ്റുകൾ ആ ദേശത്തുണ്ട്. പക്ഷേ എത്ര പഴക്കമുള്ള സ്പിരിറ്റായിരുന്നാലും നസ്രയനായ യേശുവിൻ്റെ നാമം പറഞ്ഞാൽ അത്ഭുതം നീ കാണും. പറയുന്ന നീ നിൻ്റെ ഹൃദയം ശുദ്ധിയാക്കിയേ പറ്റൂ. നമ്മളിവിടെ യോശുവ 5-ാം അധ്യായമൊക്കെ വായിച്ച് താഴോട്ട് വരുമ്പോൾ ഒരു ദൂതൻ വന്ന് സംസാരിക്കുന്നുണ്ട്. ആ ദൂതൻ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിമാറ്റ്. നമ്മൾ വിശുദ്ധമായ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്ന സ്തോത്ര ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, എത്ര യെരിഹോ മതിൽ നിനക്ക് ചുറ്റും, അതായത് നിൻ്റെ ചർച്ചിന് ചുറ്റും, നിൻ്റെ നന്മയ്ക്ക് ചുറ്റും, നിൻ്റെ മക്കളുടെ വിഷയത്തിന് ചുറ്റും കെട്ടിവെച്ചിരുന്നാലും നീ ഹൃദയം തുറന്നൊന്ന് ആരാധിച്ച് നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 16 നമ്മൾ വായിക്കുമ്പോൾ ശീലാസും പൗലോസും അവർ ഒരുമനപ്പെട്ടു. ഈ ആരാധന എന്ന് പറയുന്നത് ഒരു മനസ്സോടെ
നീ പാട്, ഞാൻ പാട്, അവൻ കയ്യടിക്കട്ടെ, ഇവൻ കയ്യടിക്കട്ടെ, കണ്ണങ്ങനെ ഇതൊന്നുമല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് നീ ആരാധിച്ച് നോക്കുക. അദൃശ്യ മണ്ഡലങ്ങളിൽ കെട്ടിരിക്കുന്ന ദുരാത്മാക്കളുടെ കെട്ടഴിഞ്ഞിരിക്കും, ഉറപ്പായിട്ടും പറയാം. സ്തോത്രം. അതുകൊണ്ടാണ് യേശു 2 പേരെ അഴിച്ചിട്ട് പറഞ്ഞു, അക്കരെ ചില അവിടെ ഒരു കഴുതയുണ്ട്, ആ കെട്ടഴിച്ചിട്ട് കൊണ്ടുപോകുക. കണ്ട, അവർ 2 പേരും ഒരുമിച്ചാൽ എത്ര കൊടി കെട്ടിയ മന്ത്രവാദിയുടെ കെട്ടും അഴിഞ്ഞിരിക്കും, ഒരു മാറ്റവും. പിന്നെ സാത്താൻ ഈ പേടിപ്പെടുത്താനേ അറിയാവൂ. ആ പേടി നിനക്കുണ്ടാവരുത്, നിങ്ങൾക്കുണ്ടാവരുത്. വചനം പറയുന്നത് എന്താണ്? നീ വാ കൊണ്ട് കൽപ്പിക്ക്, എൻ്റെ നാമത്തിങ്കൽ ഭൂതങ്ങൾ പുറത്തായിരിക്കും. കണ്ട, അപ്പോൾ നിന്നെ ഭയപ്പെടുത്തുന്ന ഏരിയ ഇത്, നിൻ്റെ അപ്പൻ്റെ തലമുറകളുടെ വിഷയങ്ങൾ എന്താണെന്ന് കർത്താവെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറിയ ഉറപ്പ് പറയാം, നിൻ്റെ മുമ്പിലുള്ള എരിഹോ വീണിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഈ എപ്പിസോഡ് കാണുന്ന ഒരുപാട് പേര് കട്ട് ചെയ്ത് മാറിപ്പോയി. എന്തിനാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഈ ഒരു കാര്യം മനസ്സിലാക്കി തരാം. ഈ ദൈവവചനം പേരും പെരുമയ്ക്കും വേണ്ടിയല്ല പ്രസംഗിക്കുന്നത്. ഈ വചനം നിങ്ങൾക്ക് കേട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതുവരേക്കും കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ആ വചനം പഠിച്ച് നിങ്ങൾ ആത്മീയ യുദ്ധത്തിനകത്ത് നിങ്ങൾ ഇറങ്ങണം. അല്ലാതെ ഇത് വചനം കേട്ടിട്ട് ഇതെന്ത് എപ്പോഴും ഇങ്ങനെ ഇത് ഒരു മതി എന്നും പറഞ്ഞ് അടിച്ച് കളയരുത്. ആദ്യം പഠിക്കേണ്ട വിഷയം അതാണ്. വീണ്ടും ഞാൻ അതാ പറഞ്ഞു, പേരിനും പെരുമയ്ക്കും ഭയങ്കര പാസ്റ്ററാണോ, അയ്യോ അതിനൊന്നും നമുക്കിവിടെ നേരമില്ല. ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്, ദൈവം നിന്നെ വിളിച്ചത് അവൻ്റെ വേലയ്ക്കാണ്. അപ്പോൾ ഈ മെസ്സേജ് സ്തോത്രം ദൈവനാമത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കണം, ആ വചനം പഠിക്കണം. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്ന കർത്താവ് എന്ന് നിങ്ങൾ പറഞ്ഞ് ആ എരിഹോ മതിലിനെ പൊട്ടിച്ചു മാറ്റണം, ആ തടസ്സങ്ങളെ പൊട്ടിച്ചു മാറ്റണം. പൗലോസും സീലാസും ഇത്രയും പ്രശ്നത്തിൻ്റെ മധ്യേ, ഞാൻ ഒരുപാട് നേരം കൊണ്ട് വചനം പഠിച്ചുകൊണ്ടിരിക്കുക, ഇത്രയും പ്രശ്നത്തിൻ്റെ മധ്യേ ആ പൗലോസ് സ്റ്റാർട്ട് ചെയ്തതും ശീലാസും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ശീലാസ് പറയുന്നത്, മിണ്ടാരി ഇത്രയും അടി കൊണ്ട് ഇവിടെ വയ്യാണ്ടിരിക്കുന്നു, നീ ഒറ്റ ഒരുത്തം കാരണം എനിക്കും വയ്യ. യഥാർത്ഥത്തിൽ ഈ ശീലാസ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ, പ്രവാചകനാണ്. അത് വായിച്ചു നോക്കണം, ബൈബിള് അപ്പോസ്തല പ്രവൃത്തി നന്നായി വായിച്ചു നോക്കുമ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങേരെ ആ സ്റ്റാൻഡ് വിട്ടിട്ട് തൻ്റെ ദൈവദാസൻ്റെ കൂടെ പഠിക്കുന്നത് പോലെ നടക്കുന്ന ഒരു കാഴ്ചപ്പാട് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ സഭയിലുള്ള വ്യക്തികൾ ഒരുമനപ്പെടാതെയും ഭവനങ്ങളിൽ ഒരുമനപ്പെടാതെ ഇരിക്കാൻ സാത്താന് പ്ലാനുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഈ ചർച്ചിൽ ചെന്ന് ഞായറാഴ്ച ഭയങ്കരമായി ആരാധിച്ചേച്ച് വീട്ടിൽ വരുമ്പം പാസ്റ്റേഴ്സും കുടുംബവും ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ചെറിയ ഗപ്പ് കിട്ടിയ സാത്താൻ അതിനകത്ത് കയറും. അതുകൊണ്ട് ദൈവനാമത്തിൽ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും നിങ്ങൾ ഈ വചനം വായിച്ചിരിക്കണം. അതുകൊണ്ട് ഇതിൽ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ബൈബിളിനകത്ത് നിന്ന് നിങ്ങളും അത് പഠിച്ച് നിങ്ങളൊരു പുതിയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. മെസ്സേജ് കേൾക്കണ തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ബൈബിൾ വചനങ്ങളെ നിങ്ങൾ വായിക്കും തോറും നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ചിന്താമണ്ഡലം പുതുതായി മാറും. എത്ര ശാപം വരുന്നാലും, അപ്പൻ്റെ ആയിരുന്നാലും അമ്മയുടെ ആയിരുന്നാലും ആരുടെ ശാപം വരുന്നാലും യേശുവിൻ്റെ രക്തത്തിൻ്റെ വില നിങ്ങൾക്കത് മനസ്സിലാവും. ഹല്ലേലൂയ. ഇന്ന് പലവരും ശാപത്തിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയും ഭയത്തിലിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദുഃഖാഠ്യമുള്ള ജനമെന്നാണ് കർത്താവ് ഈ ഇസ്രായേൽ ജനത്തെ പറഞ്ഞത്. കാരണം അവർക്ക് ഭയം. മേഘസ്തംഭം പോകുന്നു, അഗ്നിസ്തംഭം വരുന്നു, മന്ന കാണുന്നു, പാറയിൽ നിന്ന് വെള്ളം വരുന്നു. ഇതെല്ലാം കണ്ടിട്ടും അവരുടെ ഭയം തീർന്നിട്ടില്ല. ഫറവോനെതിരെ ഒത്തിരി ബാധകളെ തിരിച്ചയച്ചിട്ടും അവർക്ക് ആ ഭയം തീർന്നിട്ടില്ല. ശ്രദ്ധിക്കേ, എവിടെയോ നമ്മൾ മാറാനുണ്ട്. ആരാധിക്കാൻ നീ സഭയിൽ വന്ന ആത്മാവിൽ ആരാധിക്കുക. നിൻ്റെ കുടുംബത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന എത്ര ശാപത്തിൻ്റെ കെട്ടായിരുന്നാലും ആരാധനയുടെ മുമ്പിൽ അഴിഞ്ഞ് വീണ്ടിരിക്കും. പുതു അന്യഭാഷയിൽ സംസാരിക്കുക, പുതു ആമേൻ സ്തോത്രം പ്രാർത്ഥനയിലേക്ക് കയറുക, അഭിഷേകത്താൽ നിറയ്ക്കാൻ പറ. കർത്താവേ ദിനംതോറും എന്നെ പുതു അഭിഷേകത്തിൽ നിറയ്ക്കാനായി പ്രാർത്ഥിക്കുക. ഉറപ്പ് പറയാം, എരിഹോ മതിൽ എത്ര വർഷം പഴക്കമുണ്ടായിരുന്നാലും ഒറ്റ ആർപ്പിൻ്റെ മുമ്പിൽ വീണിരിക്കും. വാക്കുകളാൽ ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പറയുന്നു, മനസ്സുറച്ച് നിൽക്കണം. ഈ വചനങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. ആ വചനത്തിനകത്ത് നിങ്ങൾ ഇറങ്ങണം. എന്തുകൊണ്ടാണ് ഞാൻ ഈ വചനം കേൾക്കാൻ ഇടയായെന്ന് സ്വയം ചിന്തിക്കേ. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.